ഹലോ, ഞങ്ങൾ ഇന്ന് തേക്കടി ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ വീഡിയോ എടുത്തത് ഏപ്രിൽ 19-നാണ്. ഏപ്രിൽ 20-ന് തേക്കടി ഫെസ്റ്റ് കഴിഞ്ഞ വിവരം അറിയിച്ചുകൊള്ളുന്നു. മാർച്ച് 28 തൊട്ട് ഏപ്രിൽ 20 വരെയായിരുന്നു ഈ വർഷത്തെ തേക്കടി ഫെസ്റ്റ് ഉണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു ഫെസ്റ്റ് പുഷ്പമേള എന്നൊരു പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. പക്ഷേ ശരിക്കും ഒരു ഫെസ്റ്റിൻ്റെ ഒരു പ്രതീതിയാണ്. കുമളിയിലെ തേക്കടിക്കവലയ്ക്കടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കുമളിയിലൂടെയാണ് കേട്ടോ. കുമളി തേക്കടിക്കവലയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ചുകൂടെ മുൻപേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തേക്കടി ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലെത്താം. കഴിഞ്ഞ തവണ ഞങ്ങൾ വരുമ്പോൾ ഈ കാണുന്ന പള്ളിയിൽ പെരുന്നാളും കൂടി ആയിരുന്നു. അപ്പോൾ കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് നൈറ്റിൻ്റെ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം പൊതുവേ തീരുന്നതിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ടൂ വീലറിനായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ട്രാഫിക്കിൽ പെടാതെ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റി. തീരുന്നതിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും നല്ല തിരക്കുള്ളത്. റോഡ് സൈഡിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കുറച്ച് ടിക്കറ്റ് റേറ്റ് കൂട്ടിയോ എന്നൊരു ഡൗട്ടുണ്ട്. 70 രൂപയാണ് പെർ പേഴ്സൺ ചാർജ്. ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്തു, ഉള്ളിലേക്ക് കയറി. സൈഡിലെ സെക്യൂരിറ്റീസ് ഉണ്ട്, അവർ ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടും. ശരിക്കും ഫ്ലവേഴ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്, നല്ല സെക്യൂരിറ്റിയാണ്, പോലീസുകാരൊക്കെ ഉണ്ട്. നമ്മൾ വന്ന സമയം തീർന്നതിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ബ്യൂട്ടി നമുക്കങ്ങ് മിസ്സായി. കുറച്ചുകൂടെ ദിവസങ്ങൾ മുൻപ് വരുവാണെങ്കിൽ കണ്ടോ, സൂര്യകാന്തി ചെടിയൊക്കെ ഉണങ്ങി ചെടികൾ പൂക്കൾ കൊഴിഞ്ഞു പോയി നിൽക്കുന്നൊരവസ്ഥ കണ്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ വരുവാണെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതൊക്കെ കാണാമായിരുന്നു. കുറച്ചുകൂടെ ഭംഗിയിൽ നമുക്ക് ഈ ഒരു ഫെസ്റ്റ് കാണാമായിരുന്നു. എന്നാലും നല്ല തിരക്കാണ് കേട്ടോ. നമ്മുടെ നോട്ടം പോകുന്നത് സ്വാഭാവികമായിട്ടും ഫാൻസി സ്റ്റോറുകളിലേക്കും സ്റ്റോളുകളിലൊക്കെ ആണല്ലോ. നമ്മൾ ഒരു റൗണ്ട് ചുറ്റി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് കടകളിൽ കയറാമെന്നുള്ള ഉദ്ദേശത്തിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവിടെ ഒരു കുഞ്ഞി ട്രെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ അവിടെ ബുക്ക് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലായിട്ടും ബുക്സൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫെസ്റ്റുകൾ വരുമ്പോഴാണ്. തേക്കടി ഫെസ്റ്റ് നടക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും LDCയുടെ ഒക്കെ ബുക്കുകളൊക്കെ മേടിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ്. പൂക്കൾ മാത്രമല്ല, ഒരു കാർഷിക മേള പോലെ പച്ചക്കറികൾ, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു വീക്ക്നെസ്സാണ് ഈ ജുംക്ക എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഫർണിച്ചേഴ്സ്, ഫുഡിൻ്റെ സ്റ്റാള്, ഇതെല്ലാം കണ്ട് നടക്കുന്നതിനിടയ്ക്ക് കലാസന്ധ്യ നടപ്പുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റാൻഡേർഡ് ഡാൻസ് പ്രോഗ്രാം നടപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം അത് നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ ആക്ടിവിറ്റീസിലേക്ക് പോവാണ്. ഈ ഒരു തൊട്ടിൽ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിലിരിക്കുന്ന ആൾക്കാർ കാർന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അതിനകത്ത് കയറണം എന്ന് തോന്നിയില്ല. ഇയാളുടെ നിർബന്ധം കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ആകാശ ഊഞ്ഞാലിൽ കയറി. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഓടിപ്പോകുന്ന കുഞ്ഞ് ട്രെയിനിൽ കയറിക്കോളാം, എനിക്ക് ആകാശ ഊഞ്ഞാലിൽ കയറാനുള്ള അത്രയും കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കയറ്റിയതാണ് കേട്ടോ. ഞങ്ങൾ കയറി മുകളിലേക്ക് പൊങ്ങി പോകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ മുകളിൽ നിന്ന് നമ്മൾ ഷൂക്കെന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ കാറ്റ് മുഴുവൻ പുറത്തേക്ക് പോണ പോലൊരു തോന്നും. അവിടെ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം അതിലേക്ക് കറങ്ങി തിരിഞ്ഞ് നിന്നു. ഞങ്ങൾ നല്ല അഫോർഡബിൾ റേറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ അവിടെ ഫുഡ് സ്റ്റോളിൽ നിന്ന് ഞങ്ങൾ പൊട്ടറ്റോ റോളും ബജ്ജിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ വർഷം മിസ് ചെയ്തവർ അടുത്ത വർഷം കാണാൻ മറക്കല്ലേ. എന്തായാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വെർത്തായിട്ടുള്ള